ശ്രീ ബാലനാണ്, പാലക്കാട് നിന്നാണ്. ശ്രീ ബാലൻ, താങ്കൾ എങ്ങനെ കാണുന്നു ഈ വിഷയത്തെ? നമസ്കാരം. നമസ്കാരം. ഇപ്പൊ നേരത്തെ മുൻ പ്രേക്ഷകൻ പറഞ്ഞ മാതിരി ന്യായമായ ഒരു ആവശ്യം അന്യായമായി പോയി മാത്രമാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഇവിടെ ഹർത്താലുകൾ ഒരുപാട് നടന്നിട്ടുണ്ട്. ഇതിലിപ്പോ ആദ്യമായിട്ട് സെൻട്രൽ കോളേജിലെ വിഷയം ഈ കുറെ പേർക്ക് മുൻകൂർ ജാമ്യം കിട്ടാനും ചിലവർക്ക് ജാമ്യം കിട്ടാനും ഇതൊക്കെ ചെയ്യുന്ന അവസരം ഉണ്ടാക്കി കൊടുത്ത് ഭരണകൂടാണ് ഇല്ലേ. സർക്കാരിനെ ഇവരെ സമരം ചെയ്യണമെന്നേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ വേടന്റെ കല്യാണം കഴിച്ചു കൊടുത്തു, അല്ലെങ്കിൽ കുംഭമേളയിൽ വന്ന പെൺകുട്ടിയുടെ കല്യാണം കഴിച്ചു കൊടുത്തൊക്കെ ചെയ്തവർക്ക് ഇതൊരു പിന്നോക്കക്കാരനല്ലേ. സർക്കാർ എന്തുകൊണ്ട് ഇതിന് മുൻഗണന എടുത്തില്ല? സർക്കാർ ഇതിനെല്ലാ ഒത്താശയും ഈ മാനേജ്മെന്റിന് വേണ്ടി ചെയ്തു കൊടുത്തിട്ട് സർക്കാരാണ് അതിന്റെ പ്രതി. സർക്കാരിനെതിരെ പ്രതിഷേധിക്കട്ടെ. അല്ലാതെ ജനങ്ങളെ ഈ ഇന്നത്തെ പോലത്തെ ജനങ്ങളെ രോഗികളെന്ന് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിച്ചൊരു ഹർത്താലിന്റെ എല്ലാ ഭാഷയും ഹർത്താൽ നടത്തിയിട്ടുണ്ട്. ഇവിടെ ഞാൻ പറയുമ്പോൾ ഇവിടെ സുപ്രീം കോടതിയോ അല്ലെങ്കിൽ ഹൈക്കോടതിയോ ഒക്കെ വേണ്ടാന്ന് പറഞ്ഞൊരു കാര്യം കേരളത്തിൽ മാത്രം നടക്കുമ്പോൾ ഇതിന് ഹർത്താലിനെതിരെ സായുധമായി നേരിടുന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഓക്കെ, ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ ബാലനാണ് പാലക്കാട്. ശ്രീ രാജനാണ് തൃശ്ശൂരിൽ നിന്ന്. ശ്രീ രാജൻ, താങ്കൾ എങ്ങനെ കാണുന്നു ഈ വിഷയത്തെ? ഇപ്പോ ഹർത്താലുകള് അതുപോലെ സമരം സംഗതികളൊക്കെ വേണ്ട കാര്യങ്ങൾക്ക് നല്ലപോലെ നടക്കണം. അതുപോലെ തന്നെ പൊതുജനങ്ങൾ അതിനോടൊപ്പം നിൽക്കണം. അതേപോലെ ശരിയായ അന്വേഷണം നടക്കുന്നില്ലെങ്കിൽ അത് കോടതി ഇടപെടണം. അതിപ്പോ CPM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, വേണ്ട ഒരു സമുദായ സംഘടന ആയിക്കോട്ടെ, ഇതിപ്പോ ഒരു ന്യായമായ കാര്യത്തിനുള്ള ഒരു സമരമാണ്. അതിലിപ്പോ ഈ പറയുന്ന പോലെ എന്തെങ്കിലും അക്രമമൊക്കെ നടന്നിട്ടുണ്ടാവും. കാരണം നമ്മുടെ കേരളത്തില് ഏത് രാഷ്ട്രീയ പാർട്ടികളും ഹർത്താൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ചെറിയൊരു സംഘടന ആയതുകൊണ്ട് അതിനെ ഞാൻ തള്ളി പറയാൻ തയ്യാറല്ല. പക്ഷേ ഇതിനൊരു ഫലം കാണാൻ ഇത് തുടർന്ന് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതിലിപ്പോ ഈ പറയുന്ന ചെറിയവൻ വലിയവൻ അതിന് മേലെ അങ്ങനെയുള്ള തട്ടുകളുണ്ടല്ലോ. ഇതിന് കാലക്രമേണ വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ കയറിച്ചെന്ന് ക്ലാസ് തുടങ്ങുമ്പോൾ ആ വരുന്ന അധ്യാപകനെ നിർത്തി അടിവയറ്റിൽ ചവിട്ട് കിട്ടുന്നവരെ ഈ പറയുന്ന നാറികളായ മാഷന്മാരായാലും ഇവരൊക്കെ ഇതൊക്കെ അനുഭവിക്കാൻ പോകണം. കാരണം ഇനി വരുന്നത് അങ്ങനെയാണ്. ഇതിനു വേണ്ടിയാണ് ഇവർ കളിക്കുന്നത്. ക്ലാസ് റൂമിൽ വന്നു കഴിഞ്ഞാൽ അധ്യാപകനെ പിടിച്ച് അടിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് സംഭവിക്കാൻ പോകുന്നത്. എന്തിനാവട്ടെ, ഈ കുട്ടിയുടെ വിഷയവുമായിട്ട് അന്വേഷണം ഭംഗിയായിട്ട് നടക്കട്ടെ. ആ അന്വേഷണ കമ്മീഷൻ ഇടപെട്ട് ഭംഗിയായിട്ട് പോകുന്നില്ലെങ്കിൽ അതിൽ നിർബന്ധമായും കോടതി ഇടപെടണം. അതിൽ രാഷ്ട്രീയ തന്നെയാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഇത്ര തന്നെ പറയാനുള്ളൂ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.